ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ട്രിവാൻഡ്രത്ത് അക്വേറിയം കാണാൻ പോയ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് ക്രിസ്മസിൻ്റെ അന്നാണ് നമ്മൾ ഈ അക്വേറിയം കാണാനായിട്ട് പോയത്. അന്ന് പിന്നെ വേറെ പരിപാടികളൊന്നും ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങി ഉച്ചയ്ക്ക് ശേഷം. മറൈൻ അക്വേറിയം എന്നാണ് ഇതിൻ്റെ പേര്. ഒരുപാട് ടൈപ്പിലുള്ള ഒരുപാട് സൈസിലുള്ള നല്ല നല്ല ഭംഗിയുള്ള മീനുകൾ ഇതുപോലെ ഉണ്ട്. ഇത് വലിയ സൈസിലുള്ള മീനുകളാണ്. അതിങ്ങനെ ഇതുപോലെ ഒരുമിച്ച് സഞ്ചരിച്ച് ഒരുമിച്ച് ഇങ്ങനെ തിരിയുന്നതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഇതുപോലെ കളർഫുൾ ആയിട്ടുള്ള ഒരു അക്വേറിയമാണ് കേട്ടോ. നിറയെ മീനുകളാണ് അതിനകത്ത്, കുഞ്ഞു കുഞ്ഞു മീനുകൾ. ഈ ഒരു ടണൽ അക്വേറിയത്തിനകത്ത് നമുക്കിങ്ങനെ കാണാൻ പറ്റും, മുകളിൽ തലയ്ക്ക് മുകളിലൂടെ ഇങ്ങനെ മീനുകൾ, ഷാർക്കുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടോ. ഇത് കടലിൻ്റെ അടിയിലൂടെ ഇങ്ങനെ ഒരു ഗ്ലാസ്സിനകത്തൂടെ നമുക്കിങ്ങനെ നടന്നു പോകുന്നൊരു ഫീല് വരും. ഈ ഒരു തലയ്ക്ക് മുകളിലൂടെ ഇങ്ങനെ മീനിങ്ങനെ പോണ കാണുമ്പോഴത്തേക്കും. എനിക്ക് മെയിനായിട്ട് ഈ വീഡിയോയിൽ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ അല്ല. ജസ്റ്റ് അക്വേറിയത്തിൽ ജസ്റ്റ് കാണാൻ പോയപ്പോൾ കണ്ട കാഴ്ചകൾ എന്താണ് എന്നുള്ളത് മാത്രം ഇവിടെ ഞാൻ ഷൂട്ട് ചെയ്തത് കാണിക്കുന്നുള്ളൂ കേട്ടോ. അല്ലാതെ ഇതിൻ്റെ പേരോ സ്ഥലമോ എന്നും ഞാൻ അങ്ങനെ മെയിനായിട്ട് പറയുന്നില്ല. കണ്ടോ, പല സൈസിലുള്ള മീനുകൾ നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടോ ഗ്ലാസ്സിനകത്തൂടെ. ടണൽ അക്വേറിയം എന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ അക്വേറിയത്തിനകത്ത് കയറുന്നത്. ഈ ഒരുപാട് ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന ഈ കളർഫുള്ളായിട്ടുള്ള മീനുകളെ കാണുമ്പോഴത്തേക്കും എനിക്ക് ലവ് ബേർഡ്സിന് ഓർമ്മ വരും. പിങ്ക്, യെല്ലോ, ഗ്രീൻ, പർപ്പിൾ ഇങ്ങനെ കളർഫുള്ളായിട്ടാണ് കേട്ടോ ഈ മീനുകൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ ഒരുമിച്ച് കുറേ ദൂരം കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഫിഷിനെ കാണുമ്പോഴത്തേക്കും എന്തായാലും നമുക്ക് സീബ്ര ആയിരിക്കും അല്ലേ ഓർമ്മ വരുന്നത്. സീബ്രയുമായിട്ട് സാമ്യമുള്ള എന്തെങ്കിലുമൊക്കെ പേരായിരിക്കും ഈ ഫിഷിന്. അടുത്ത് കണ്ട മീൻ നെത്തോലി മീനിനെ പോലെ ഇരിക്കും. കണ്ട നെത്തോലിയുടെ അതേ സ്ട്രക്ചർ തന്നെയാണ്. ഇനി നെത്തോലി ആണോ എന്ന് തന്നെ ഡൗട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഫിഷുകളും പിന്നെ ഇതേപോലുള്ള വലിയ വലിയ ഫിഷുകളും നിറയെ അവിടെ കാണാൻ പറ്റും. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതുപോലെ സ്റ്റാർ ഫിഷ് ഉണ്ട്. പിന്നെ കടൽ ചേന എന്ന് പറയും. ഇതിൻ്റെ ആ മുള്ളു പോലത്തെ ഭാഗം കടൽ പെൻസിൽ എന്ന് പറയും കേട്ടോ. പണ്ടൊക്കെ ബീച്ചിൽ പോകുമ്പോഴത്തേക്കും ഇങ്ങനെ കടൽക്കരയിൽ കിടക്കും. അത് നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ട് സ്ലേറ്റിലൊക്കെ എഴുതി പഠിക്കും, കടൽ പെൻസില്. പിന്നെ അടുത്തത് സ്കൂബ ഡൈവിങ് ആണ്. ക്രിസ്മസിൻ്റെ അന്ന് ആയതുകൊണ്ട് തന്നെ സാൻഡയുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ സ്കൂബ ഉണ്ടായിരുന്നത്. പുള്ളി എല്ലാവരുടെ ക്യാമറയ്ക്കും പോസ് ചെയ്യുന്നുണ്ട്. എല്ലാ കുഞ്ഞു കുട്ടികൾക്കും ഹൈഫൈ കൊടുക്കുന്നു, ടാറ്റ കൊടുക്കുന്നു. എല്ലാ പേരോടും നല്ല ഫ്രണ്ട്ലി ആയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ പുള്ളി അതിനകത്ത് നിന്നിട്ട്. കുഞ്ഞു മക്കളെയൊക്കെ ചിരിപ്പിക്കാനായിട്ട് ഡാൻസ് കളിക്കുന്നു, ഫ്ലൈയിങ് കിസ് കൊടുക്കുന്നു. പക്ഷേ എനിക്ക് സത്യത്തിൽ പുള്ളിയെ കണ്ടപ്പോഴത്തേക്കും പാവം തോന്നി കേട്ടോ. കാരണം എന്തോ ഫിഷ് പോലെ അല്ലല്ലോ ഒരു മനുഷ്യൻ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഒരുപാട് നേരം കിടക്കുക എന്നുള്ളത്. ഇനി ഇവർക്ക് ബ്രേക്ക് കൊടുക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്തോ എനിക്ക് പുള്ളിയെ കണ്ടപ്പോൾ ഒരു പാവം പോലെ തോന്നി. എന്തായാലും വിസിറ്റേഴ്സിനെയും കൊച്ചുകുട്ടികളെയൊക്കെ നന്നായിട്ട് എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ടായിരുന്നേ. അടുത്ത് വേറൊരു സെക്ഷനിലേക്ക് പോകുമ്പോൾ ഇതുപോലെ ഒരു പൂന്തോട്ടത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. വലിയ പൂക്കളും പൂമ്പാറ്റകളും ഡ്രാഗൺ ഫ്ലൈയും ഹണി ബീയും ലേഡി ബക്കും അങ്ങനെ വലിയ സൈസിലാണ് ഇവരെല്ലാം ചെയ്തു വച്ചേക്കുന്നത്. ഒരു വലിയ ഹാളിനകത്ത് ഒരു പൂന്തോട്ടം തന്നെ ചെയ്തു വച്ചിട്ടുണ്ട് കേട്ടോ. അവരെല്ലാം വെറുതെ ചെയ്തു വച്ചേക്കുകയല്ല, ബട്ടർഫ്ലൈസും ലേഡി ബഗും എല്ലാം ചിറകനക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നവർക്ക് അതൊരു സ്റ്റിൽ മോഡലായിട്ട് തോന്നൂല. അവർക്കൊരു പൂന്തോട്ടത്തിനകത്ത് വന്ന ഒരു ഫീൽ തന്നെ വരുന്നുണ്ട് കേട്ടോ അതിനകത്തേക്ക് കയറി ചെല്ലുന്ന സമയത്ത്. പിന്നെ ഇത് ഹണി ബീ ഉണ്ട്. അത് ചിറകൊന്നും അനക്കുന്നുണ്ടായിരുന്നില്ല. ഇനി അത് അനക്കിയിരുന്നോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും കൊച്ചുകുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഈ ഒരു പൂന്തോട്ടം. പിന്നെ ചെയ്തു വച്ചിരിക്കുന്നത് ആനയാണ്. കണ്ടാൽ ഒറിജിനൽ ആന തന്നെ, ഒരു മാറ്റവും ഉണ്ടാവില്ല. ആന ഒറിജിനൽ ആന പോലെ തന്നെ ചെറുതായിട്ട് അനങ്ങുന്നുണ്ട്, തുമ്പിക്കൈ ആട്ടുന്നുണ്ട്, ചിഹ്നം വിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ പോയി അതിൽ ചെന്ന് വലിക്കുകയും പിള്ളേർക്കൊക്കെ അത് കാണുമ്പോൾ ഒരു സന്തോഷം. ചില കുട്ടികൾക്കൊക്കെ പേടിയാവും. പിന്നെ ആമ, നല്ല വലിയ സൈസിലുള്ള ആമയാണ് കേട്ടോ. ആമ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചരിക്കും. അതായത് ഓരോ സൈഡിലേക്കും ഫോട്ടോ എടുക്കാനായിട്ട് ഇതുപോലെ ഇങ്ങനെ ചരിഞ്ഞു കൊടുക്കും ആമ. ഒരു സൈഡിലേക്ക് നിൽക്കുന്നവർക്ക് ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്ത സൈഡിലേക്ക് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. പിന്നെ ഇവിടെ ഒരു കടുവയുണ്ട്, വരയൻ കടുവ. ആശാൻ ഇങ്ങനെ അമറിക്കൊണ്ടിരിക്കും, തലയാട്ടിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. സത്യത്തിൽ ഇത് നേരിട്ട് പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു എക്സ്പോ തന്നെയാണ്. കുഞ്ഞുങ്ങളെയൊക്കെ നേരിട്ട് കൊണ്ടുപോയി തന്നെ കാണിക്കേണ്ട ഒരു എക്സിബിഷൻ പോലെ തന്നെയാണ് ഇത്. അക്വേറിയം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് അക്വേറിയം മാത്രമാണെന്ന്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. ഇതിനകത്ത് ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. ഇവിടെ ഒരു ഡൈനോസർ ഉണ്ട്. ഡൈനോസർ ഇങ്ങനെ എല്ലാവരെയും പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നീയക്കുട്ടിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നേ കണ്ടപ്പോൾ തന്നെ. പിന്നെ മെയിനായിട്ടും ഇവിടെ കാണാനുള്ളത് റോബോട്ടാണ്. ഈ ഒരു ഡോഗിൻ്റെ റോബോട്ടാണ്. 2 പേരുണ്ട് കേട്ടോ ഈ റോബോട്ട്.
അപ്പോൾ അവിടുത്തെ ആ ഒരു സെക്ഷനിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് റോബോട്ട് പാട്ട് പാടും, ഡാൻസ് ചെയ്യും, ടാറ്റ പറയും. അതിങ്ങനെ ഒരിടത്ത് എവിടെയെങ്കിലും നിൽക്കുമ്പോഴത്തേക്കും പിള്ളേരൊക്കെ കൂടിച്ചെന്ന് നിന്നിട്ട് തൊട്ട് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിള്ളേർക്കാണല്ലോ ഇതിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ്, എന്താണ് സംഭവം എന്നുള്ളത് കാണാനായിട്ട്. കുറച്ച് ദൂരം ഇങ്ങനെ നിന്നതിന് ശേഷം പിന്നെ ഇങ്ങനെ ഓടുക എല്ലാവരുടെ പുറകെ. ചില കുട്ടികളെ ഇങ്ങനെ ഇട്ട് ഓടിക്കും, ചില കുട്ടികൾ അതിൻ്റെ പുറകെ ഓടും. ഇത് ഒരു കണ്ണാടി കൂട്ടിനകത്തേക്ക് മെറ്റലിൽ ചെയ്തെടുത്ത ഒരു പാലസിൻ്റെ മിനിയേച്ചർ ഇങ്ങനെ വെച്ചേക്കുവാണ്. അതിലേക്ക് വെള്ളം ഇങ്ങനെ ശക്തിയായിട്ട് വീണുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതാ ഇവിടെ ഉടുമ്പും പാമ്പും ലവ് ബേർഡ്സൊക്കെ ഉണ്ട്. ഇവരെയൊക്കെ നമുക്ക് കയ്യിലെടുത്ത് വെച്ചിട്ട് ഫോട്ടോസ് എടുക്കാം. എനിക്കിതിനെയൊക്കെ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ തൊടാനോ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കാനോ പോയില്ല. പിള്ളേരൊക്കെ അതിൽ തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനെ കാണുമ്പോൾ തന്നെ പേടിയാണ്, പ്രത്യേകിച്ച് പാമ്പിനെയൊക്കെ. ഇത് നമ്മുടെ മൊബൈൽ കൊടുത്ത് നമുക്ക് തന്നെ ഇതിൽ ഷൂട്ട് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനി എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.